എറണാകുളം നഗരമധ്യത്തിൽ പടിഞ്ഞാറു ഭാഗത്തേക്കുള്ള കൊച്ചി കായലിലേക്ക് ദർശനം ചെയ്തു നിലകൊള്ളുന്ന പ്രസിദ്ധമായ ക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം. പരമശിവനാണ് മുഖ്യപ്രതിഷ്ഠ. കിരാതമൂർത്തിയും പാർവതീ സമേതനായും ഇവിടെ ശിവന് പ്രതിഷ്ഠ ഉണ്ട്. എറണാകുളത്തപ്പൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവിടുത്തെ മഹാദേവൻ എറണാകുളം നഗരത്തിൻ്റെ കുലദൈവമായി കണക്കാക്കപ്പെടുന്നു. പരശുരാമൻ പ്രതിഷ്ഠിച്ച കേരളത്തിലെ 108 ശിവാലയങ്ങളിൽ ഒന്നാണിത്. പണ്ട് ക്ഷേത്രം ചേരാനെല്ലൂർ കർത്താക്കന്മാരുടെ വകയായിരുന്നു. കർത്താക്കന്മാരും കൊച്ചി രാജാക്കന്മാരുമാണ് ക്ഷേത്രത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ളത്. എറണാകുളം ക്ഷേത്രം 3 ക്ഷേത്രങ്ങൾ അടങ്ങിയ ഒരു വലിയ ക്ഷേത്ര സമുച്ചയമാണ്. ഈ ശിവക്ഷേത്രത്തിനു സമീപം കന്നഡ ശൈലിയിലുള്ള ഹനുമാൻ ക്ഷേത്രവും തമിഴ് ശൈലിയിലുള്ള സുബ്രഹ്മണ്യ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. 3 ക്ഷേത്രങ്ങളും സ്വതന്ത്രമായി തന്നെ നിലനിന്നു പോരുന്നു. ഉപദേവതകളായി ഗണപതി, സുബ്രഹ്മണ്യൻ, അയ്യപ്പൻ, നാഗദൈവങ്ങൾ എന്നിവരുമുണ്ട്. ദ്വാപരയുഗത്തിൽ കുലമുനി എന്നു പേരായ ഒരു മുനി ഹിമാലയത്തിൽ തപസ്സനുഷ്ഠിച്ചിരുന്നു. അദ്ദേഹത്തിന് ദേവലൻ എന്ന പേരിൽ ഒരു ശിഷ്യനുണ്ടായിരുന്നു. ഒരിക്കൽ കുലമുനി ഒരു ഹോമം നടത്തുന്നതിനു വേണ്ടി പൂജാദ്രവ്യങ്ങൾ ശേഖരിക്കാൻ ദേവലനെയും സഹപാഠികളെയും കൂടി കാട്ടിലേക്ക് പറഞ്ഞുവിട്ടു. പോകുന്ന വഴിക്ക് വെച്ച് അവർ ഒരു പാമ്പിനെ കണ്ടു. അതിനെ കണ്ടപ്പോൾ തന്നെ മറ്റു ശിഷ്യന്മാരെല്ലാം പേടിച്ച് ഓടിപ്പോയി ചെടികൾക്കിടയിൽ മറഞ്ഞിരുന്നു. എന്നാൽ ദേവലനാകട്ടെ അടുത്തു കണ്ട ഒരു കാട്ടുവള്ളിക്ക് കുരുക്ക് പിടിച്ച് പാമ്പിനെ കൊന്നു. സഹപാഠികളിൽ നിന്നും വിവരമറിഞ്ഞ കുലമുനി ദേവലൻ പാമ്പിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഭീകരജീവിയായി മാറട്ടെ എന്ന് ശപിച്ചു. കേട്ട ദേവലൻ ശാപമോക്ഷം അഭ്യർത്ഥിച്ചപ്പോൾ ശാന്തനായ കുലമുനി ദേവലനെ ശാപമോക്ഷം കൊടുത്തു. ഇവിടെ നിന്ന് കിഴക്കു ദിക്കിലായി ഇലഞ്ഞിമരച്ചുവട്ടിൽ നാഗപൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശിവലിംഗമുണ്ട്. ഈ വിഗ്രഹം പൂജ നടത്തുന്നതിനായി നീ വാങ്ങി ദക്ഷിണ ദിക്കിലേക്ക് പോകുക. ഒരു സ്ഥലത്ത് വെച്ച് നീ പൂജ ചെയ്യുമ്പോൾ ആ വിഗ്രഹം അവിടെ ഉറച്ചു പോകും. അവിടെ വെച്ച് നീ ശാപമോചിതനാകും എന്നായിരുന്നു അത്. ശാപം കാരണം ദേവലൻ നാഗർഷി എന്നു പേരായ നാഗമായി മാറി. നാഗർഷി ശിവലിംഗവുമായി ദക്ഷിണ ദിക്കിലേക്കു യാത്രയായി. യാത്രകൾക്കിടയിൽ ഒരുപാട് സ്ഥലങ്ങൾ നാഗർഷി സന്ദർശിച്ചു. എറണാകുളത്തെത്തിയപ്പോൾ നാഗർഷി വൃക്ഷത്തണലിൽ വിഗ്രഹത്തെ വെച്ചിട്ട് അടുത്തുള്ള കുളത്തിലേക്ക് കുളിക്കുവാൻ പോയി. കുളിച്ചു വന്ന് പൂജ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ കുളക്കടവിൽ കുളിക്കാനെത്തിയവർ ഒരു ഭീകരജീവി നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജ കണ്ട് ഭയന്ന് ആളുകളെ വിളിച്ചു കൂട്ടി. അവരെത്തി നാഗർഷിയെ ഉപദ്രവിക്കാൻ തുടങ്ങിയതോടെ ശിവലിംഗവുമായി രക്ഷപ്പെടാൻ ശ്രമിച്ച നാഗർഷി ശിവലിംഗം അവിടെ ഉറച്ചിരുന്നതായി കണ്ടു. ശിവലിംഗത്തിനു മുന്നിൽ സാഷ്ടാംഗം പ്രണാമം നടത്തി നാഗർഷി ശാപമോചിതനായി. കുളി കഴിഞ്ഞു വന്ന നാട്ടുകാർ ദേശാധിപനായ തൂശത്തു കൈമളെ വിവരമറിയിക്കുകയും ശിവലിംഗം ഇരുന്ന സ്ഥലത്ത് ക്ഷേത്രം പണിയുകയും ചെയ്തു. ആ ക്ഷേത്രമാണ് ഇന്ന് പ്രസിദ്ധമായ എറണാകുളം മഹാശിവക്ഷേത്രം. എറണാകുളം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് കൊച്ചി കായലിൻ്റെ കിഴക്കേ കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ കിഴക്ക് ഭാഗത്ത് ക്ഷേത്രത്തിൻ്റെ പേരെഴുതിയ മനോഹരമായ കവാടം കാണാം. റോഡിൽ നിന്ന് ക്ഷേത്രഗോപുരം വരെ ഏകദേശം 100 മീറ്റർ ദൂരം കാണും. ക്ഷേത്ര കവാടത്തിനകത്ത് വാഹന പാർക്കിംഗ് സൗകര്യം മറ്റും ആണ് ഉള്ളത്. പോകുന്ന വഴി നിരവധി മരങ്ങൾ കാണാം. അവയെല്ലാം കഴിഞ്ഞ് ഏതാനും ദൂരം കൂടി പോയാൽ ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറേ ഗോപുരത്തിനു മുന്നിലെത്താം. ഇരുനിലകളോട് കൂടിയ പടിഞ്ഞാറേ ഗോപുരം വലിയ അലങ്കാര പണികൾ ഒന്നുമില്ലെങ്കിലും ഗാംഭീര്യത്തോടെ നിലകൊള്ളുന്നു. ഗോപുരത്തിൽ നിന്ന് അല്പം മാറി ക്ഷേത്രം വക വെടിപ്പുര സ്ഥിതി ചെയ്യുന്നു. വെടിവഴിപാട് ഇവിടെ ഭഗവാന് പ്രാധാന്യമാണ്. പടിഞ്ഞാറേ ഗോപുരത്തിലൂടെ അകത്തു കടന്ന് ആദ്യമെത്തുന്നത് ആനക്കൊട്ടിലാണ്. സാമാന്യം വലിപ്പമുള്ള ആനക്കൊട്ടിലാണിത്. 5 ആനകളെ വെച്ച് എഴുന്നള്ളിക്കാം. ഈ ആനക്കൊട്ടിലിനപ്പുറത്താണ് ഭഗവാൻ വാഹനമായ നന്ദിയെ ശിരസിലേറ്റുന്ന സ്വർണ്ണ കൊടിമരമുള്ളത്. ഏകദേശം 5 അടി ഉയരം വരുന്ന ഈ കൊടിമരം പ്രതിഷ്ഠിച്ച് അധിക കാലമായില്ല. കൊടിമരത്തിനപ്പുറം ബലിക്കൽ പുരയാണ്. ക്ഷേത്രത്തിൻ്റെ വലിയ ബലിക്കല്ല് ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സാമാന്യം വലിപ്പമുള്ള ബലിക്കല്ലാണ് ഇവിടെയുള്ളത്. എന്നാൽ പുറത്തു നിന്നുള്ളവർക്ക് ദർശനത്തിന് അത് തടസ്സമല്ല. ക്ഷേത്രമതിലകത്തിന് പുറത്ത് വടക്ക് കിഴക്കു ഭാഗത്താണ് ഐതിഹ്യ പ്രശസ്തമായ ക്ഷേത്രക്കുളം.
ദൃഷിനാഗക്കുളം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രക്കുളത്തിലാണ് അത്രേ പൂജയ്ക്ക് മുൻപ് നാഗർഷി കുളിച്ചത്. അതാണ് ഈ പേരിൻ്റെ കാരണം എന്നറിയപ്പെടുന്നു. ഈ കുളത്തിലാണ് ഉത്സവാവസാനം ഭഗവാന്റെ ആറാട്ട് നടക്കുന്നത്. പടിഞ്ഞാറോട്ട് ദർശനമായി ഭഗവാൻ കുടികൊള്ളുന്നു. ആദ്യം കിഴക്കോട്ടായിരുന്നു ഭഗവാൻ ദർശനം എന്നും ഉഗ്രമൂർത്തിയായ ശിവൻ കോപം മൂലം കിഴക്കുഭാഗത്തെ പ്രദേശങ്ങൾ അഗ്നിക്കിരയായപ്പോൾ ഭക്തരായ വില്യമംഗലം സ്വാമിമാരുടെ അഭ്യർത്ഥന മാനിച്ച് ഭഗവാൻ സ്വയം പടിഞ്ഞാറ് ഭാഗത്തേക്ക് തിരിഞ്ഞതാണെന്നും അതല്ല പടിഞ്ഞാറ് ഭാഗത്തുള്ള കൊച്ചി പഴയന്നൂർ ക്ഷേത്രത്തിലെ ഭഗവതിക്ക് ദർശനം നൽകാനായി തിരിഞ്ഞതാണെന്നും കഥകളുണ്ട്. എങ്കിലും പടിഞ്ഞാറോട്ട് ദർശനമായ ശിവപ്രതിഷ്ഠ എന്നത് പ്രത്യേകതയാണ്. ഭഗവാനോടൊപ്പം കുടികൊള്ളുന്ന പാർവതീദേവി ഇന്നും കിഴക്കോട്ട് തന്നെ ദർശനമായി കുടികൊള്ളുന്നു. ശംഖാഭിഷേകം, ധാര, കൂവളമാല, പിൻവിളക്ക്, ഉമാമഹേശ്വര പൂജ, വെടിവഴിപാട് എന്നിവയാണ് എറണാകുളത്തപ്പൻ്റെ പ്രധാന വഴിപാടുകൾ. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള ഒരു മഹാക്ഷേത്രമാണ് എറണാകുളം ശിവക്ഷേത്രം. പുലർച്ചെ 2 മണിക്കുള്ള നിയമവെടിയോടെയും തുടർന്ന് 7 തവണയുള്ള ശംഖുവിളിയോടെയും തവിലിൻ്റെയും നാദസ്വരത്തിൻ്റെയും അകമ്പടിയോടെയും ഭഗവാനെ പള്ളിയുണർത്തിയ ശേഷം 3 മണിക്ക് നട തുറക്കുന്നു. തുടർന്ന് നിർമ്മാല്യ ദർശനം. മറ്റു ക്ഷേത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ 1 മണിക്കൂറാണ് നിർമ്മാല്യ ദർശനം. നിർമ്മാല്യ ദർശനത്തിനു ശേഷം അഭിഷേകം നടത്തുന്നു. 4:15 ഭഗവാന് മലർ, ശർക്കര, കദളിപ്പഴം എന്നിവ നേദിക്കുന്നു. 5 മണിക്ക് ഉഷപൂജയും 6 മണിക്ക് എതിരേറ്റ പൂജയും നടത്തുന്നു. എതിരേറ്റ പൂജകൾക്കിടയിൽ തന്നെ ഗണപതി ഹോമവും നടത്തുന്നു. 6:30 എതിരേറ്റ ശിവേലിയും തുടങ്ങുന്നു. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഭഗവാൻ നേരിട്ടു കാണുന്നു എന്ന സങ്കല്പത്തിലാണ് ഈ ആചാരം. ശിവേലി കഴിഞ്ഞാൽ ജലധാരയും നവകാഭിഷേകവും നടത്തുന്നു. 8 മണിക്ക് പന്തീരടി പൂജ, 10:30 ഉച്ചപൂജയും 11:30 ഉച്ച ശിവേലിയും നടത്തി ഉച്ചയ്ക്ക് 12 മണിക്ക് നട അടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് നട വീണ്ടും തുറക്കുന്നു. സന്ധ്യയ്ക്ക് സൂര്യാസ്തമയമനുസരിച്ച് ദീപാരാധന. തുടർന്ന് രാത്രി 7:30 മണിക്ക് അത്താഴപൂജയും 8:30 മണിക്ക് അത്താഴ ശീവേലിയും നടത്തി 9 മണിക്ക് നട വീണ്ടും അടയ്ക്കുന്നു. മകരമാസത്തിലെ തിരുവാതിര നാളിൽ ആറാട്ടായി 8 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ് ക്ഷേത്രത്തിലുള്ളത്. ശിവരാത്രി. കുംഭമാസത്തിലെ കറുത്ത പക്ഷത്തിലെ ചതുർദശി നാളിലാണ് മഹാശിവരാത്രി ആചരിച്ചു വരുന്നത്. നമ്മളെല്ലാവരും വിവിധ ആവശ്യങ്ങൾക്കായി എറണാകുളത്തേക്ക് വരുന്നവരാണ്. ഈ ക്ഷേത്രം സന്ദർശിക്കാത്തവർ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുക. എറണാകുളത്തപ്പൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചോടുകൂടി ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു.